ചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ആ സ്പീച്ചിൽ നരേന്ദ്രമോദി വഖഫിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത്. പക്ഷെ ഇങ്ങനെയല്ലായിരുന്നു മോദി വഖഫ് നിയമം വരുന്നതിന് മുമ്പ്. നിയമത്തിന്റെ ചർച്ചകൾ നടക്കുന്നതിന് മുമ്പും സജീവമായിട്ട് ഇവിടെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരും നാഷണൽ മീഡിയാസും എല്ലാം ഇതിനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോഴെല്ലാം നരേന്ദ്രമോദി പറഞ്ഞിരുന്നത് വഖഫ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ കൂടെ ഉതകുന്ന അനുകൂലമായിട്ടുള്ള ഒരു നിയമമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ ശരീരഭാഷയും അദ്ദേഹത്തിന്റെ ലാംഗ്വേജിന്റെ സ്റ്റൈലും എല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം രൂക്ഷമായി ഈ വഖഫിനെ വിമർശിക്കുകയാണ് ചെയ്തത്. ഇവിടെയുള്ള ദളിതരുടെയും മറ്റ് മതസ്ഥരുടെയും ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് അവർ നടക്കുന്ന ഈ സംഗതി അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. മോദിയുടെ ഭാഷ മാറി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോ നമ്മുടെ കേരളത്തിലെ അടക്കം മാധ്യമങ്ങൾ ഇപ്പോ നരേന്ദ്രമോദിയെ വിമർശിക്കുമ്പോൾ അദ്ദേഹത്തിനെ ഈ എന്താ പറയാ ഈ വർഗീയത അദ്ദേഹം പറയുന്നു എന്ന് പറഞ്ഞ് വിമർശിക്കാറില്ല. മറിച്ച് ഒരു മൃദു ഹിന്ദുത്വവാദിയായിട്ട് മോദി പരിണമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നും ഇവിടെയുള്ള മാധ്യമങ്ങൾ നരേന്ദ്രമോദിക്കെതിരെയുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ. പിന്നെ ഈ എമ്പുരാനൊക്കെ വന്ന സമയത്താണ് വീണ്ടും ഗുജറാത്ത് കലാപം, ശൂലം ഭ്രൂണ ഗർഭിണിയൊക്കെ കയറി വന്നത്, വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ. അപ്പൊ നമുക്ക് CPM-ന്റെ കാര്യം തന്നെ അറിയാലോ. CPM വരെ നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? ഫാസിസ്റ്റ് അല്ല, ഒരു നിയോ ഫാസിസ്റ്റ് ആണ്. അതായത് ഫാസിസത്തിന്റെ സ്വഭാവങ്ങൾ കാണിക്കുന്നു എന്നേ ഉള്ളൂ, പക്ഷെ ഫാസിസ്റ്റ് അല്ല എന്നാണ് അവർ പറഞ്ഞത്. അതിന്റെയൊക്കെ അർത്ഥം നരേന്ദ്രമോദി ഒരു മൃദു തീവ്ര ഹിന്ദുത്വവാദിയായിരുന്നു മോദി ആദ്യം വന്നപ്പോൾ. അതിൽ നിന്നൊരു മൃദു ഹിന്ദുത്വവാദിയായി മോദി പരിണമിച്ചു എന്നുള്ള രീതിയിലാണ്. ഇനിയിപ്പോ ചിലപ്പോൾ അടുത്ത നരേന്ദ്രമോദി ഇറങ്ങി യോഗി ആദിത്യനാഥ് കയറുമ്പോൾ, ഇപ്പോ വാജ്പേയി ഇപ്പൊ ആരാണ്? ഇവരൊക്കെ കൺകണ്ട ദൈവമാണല്ലോ. BJP-യുടെ വാജ്പേയി ഉണ്ടായിരുന്നു എങ്കിൽ എന്തായിരുന്നു ഇപ്പോൾ എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഇൻസ്റ്റാഗ്രാമില് നരേന്ദ്രമോദിയുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതിന്റെ താഴെ വരുന്ന ഈ സുഡാപ്പിയുടെ കമന്റ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവര് പറയുന്നത് BJP-യിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരേ ഒരാൾ AB വാജ്പേയി എന്നൊക്കെയാണ് അവർ പറയുന്നത്. സീരിയസ്ലി അങ്ങനെയാണ് അവർ പറയുന്നത്. അതുപോലെ ഇപ്പൊ യോഗി ആദിത്യനാഥ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആകുന്ന സമയത്ത് ഇവര് അതുപോലെ പറയുമായിരിക്കും, നരേന്ദ്രമോദി ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇതൊന്നും അനുവദിക്കില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലോട്ട് വരുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ സമാനമായ രീതിയിൽ മോദിയുടെ ശൈലി ഒന്നുകൂടെ മാറ്റിയിട്ടുണ്ട്. വീണ്ടും ആ തീവ്ര ഹിന്ദുത്വ ലൈനിലേക്ക് കടക്കാൻ പോവുകയാണോ നരേന്ദ്രമോദി എന്നുള്ള ഒരു ചോദ്യം ഉണ്ട്. കാരണം നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ദിവസത്തെ സ്പീച്ച് അത്തരത്തിലായിരുന്നു. എന്താ തോന്നുന്നത്? അല്ല, ഇത് ഈ നമ്മൾ മുമ്പും സ്പെക്കുലേഷൻ ആയിട്ട് നമ്മൾ പറയായിരുന്നു, നരേന്ദ്രമോദിയുടെ മൂന്നാം വരവ് ഒരു 1.5 വരവായിരിക്കും. മൂന്നാമതും നരേന്ദ്രമോദി വരികയാണെങ്കിൽ അതൊരു 1.5 വരവായിരിക്കും നമ്മൾ പറഞ്ഞിരുന്നു. അത് കർശനമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടായിരിക്കും മൂന്നാം വരവിൽ മോദി നിൽക്കുന്നതെന്ന് പറയുകയുണ്ട്. ഏതാണ്ട് അത് ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് 2014 ആ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള മോദിയുടെ ആ ഒരു വീര്യത്തോടുള്ള ഒരു മോദി വീണ്ടും തിരിച്ചു വരുന്നു എന്നാണ് ഇപ്പൊ ഈ കഴിഞ്ഞ അദ്ദേഹം പങ്കെടുത്ത 2 പരിപാടിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷ ആയാലും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളായാലും നമ്മളെ കാണിക്കുന്നത്. അദ്ദേഹം വളരെ പച്ചയ്ക്ക് തന്നെ പറയുന്നുണ്ട്, മതമൗലികവാദികളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് കൊണ്ടുവന്ന ഈ നിയമമാണ് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെയും ദളിതന്റെയും പിന്നോക്കക്കാരനെയും ഭൂമി പിടിച്ചെടുക്കുകയായിരുന്നു. ഇത് നടന്നൊരു കൊള്ളയാണ്. ഈ കൊള്ളയ്ക്ക് അറുതി വരുത്തുക തന്നെയായിരുന്നു ലക്ഷ്യം. അത് നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇതുകൊണ്ട് വേറെ ആരുടെയും സ്വത്തും കാര്യങ്ങളും ഒന്നും നഷ്ടപ്പെടുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഇതിന് സമാനമായ രീതിയിൽ തന്നെ BJP പല സ്റ്റേറ്റുകളിലും കൃത്യമായി തന്നെ കർശനമായ ചില നടപടികളുമായി മുമ്പോട്ട് പോകുന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഒരുപക്ഷെ ഈ നമ്മുടെ ഈ വാർത്ത കാണുന്നതിന് താഴെ ചിലർ ചോദിക്കും, അങ്ങനെയെങ്കിൽ ബംഗാളിൽ ഹിന്ദുക്കൾക്ക് അടി കിട്ടുന്നുണ്ടല്ലോ, എന്താ മോദി ഒന്നും പറയാത്തതെന്ന് ചോദിച്ചാൽ, അവിടുത്തെ BJP-യുടെ പ്രസ്താവന ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ബംഗാളിലെ മുൻപ് അവിടുത്തെ സുവേന്ദു അധികാരി അടക്കമുള്ള ബംഗാളിലെ ലീഡേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്നത്, മുൻപും ഇത് കണക്ക് പലായനങ്ങളും വീട് കത്തിക്കലും ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതാ കണ്ടില്ലേ ഞങ്ങളെ കത്തിക്കുന്നു, ഇരവാദം എന്നല്ല, ഒരു സഹതാപം പിടിച്ചു പറ്റുന്ന തരത്തിലുള്ള പ്രസ്താവനകളായിരുന്നു വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത്തരത്തിലുള്ള പ്രസ്താവന അല്ല വരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് ആയിരക്കണക്കിന് ഹിന്ദുക്കൾ പലായനം ചെയ്തു. ഈ ബംഗാളിലെ തന്നെ ഈ ഗംഗാ നദിയുടെ അപ്പുറത്ത് വേറൊരു പ്രദേശത്തേക്ക് അവർ ബോട്ടിൽ പോയിരുന്നു. ന്യൂസ് ഞങ്ങൾ അതിന്റെ വീഡിയോസ് ആയിരുന്നു കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവരെ തങ്ങൾ സംരക്ഷിക്കും എന്ന് മാത്രമല്ല, സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റങ്ങൾ അവർ അപ്പുറത്ത് ചെയ്തിട്ട് അവർ പറഞ്ഞു, സംരക്ഷിക്കുകയല്ല, ഇവർ ജനിച്ച മണ്ണും വീടും ഇവർക്ക് വീണ്ടെടുത്ത് കൊടുക്കലാണ് തങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് അധികം വൈകാതെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരും എന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം, അവരവിടെ കരഞ്ഞ് നിലവിളിച്ചിരിക്കുന്ന സ്ത്രീകളോട് നേതാക്കന്മാർ പറയുന്നു, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല, നിങ്ങൾ സമാധാനത്തോടെ ഇവിടെ ഇരിക്കൂ, ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കൂ, ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്ന തരത്തിലേക്ക് അവിടെ കാര്യങ്ങൾ മാറുന്നു. ഒപ്പം തന്നെ ബീഹാറിന്റെ അതിർത്തികളിൽ വിശ്വഹിന്ദു പരിഷത്ത് സംഘടിക്കുന്നു എന്ന് ചില ബംഗാൾ മാധ്യമങ്ങൾ പറയുന്നു. അവിടെയാണ് ഈ മമതാ ബാനർജി പറയുന്നത്, പുറത്തു നിന്നുള്ളവരാണ് ഇവിടെ അക്രമം നടത്തുന്നതെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഈ നടക്കുന്ന അക്രമങ്ങളെല്ലാം നടക്കുന്നത് അതിർത്തി ജില്ലകളിലാണ്, അതായത് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ്.
ബംഗ്ലാദേശുമായി ഉം. അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ ആരാണ് കൂടുതലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അനധികൃത കുടിയേറി വന്ന ബംഗ്ലാദേശിലും റോഹിംഗ്യകളും അടക്കം ഉള്ളവരാണ് അവിടെ കൂടുതലുള്ളത്. അപ്പം ആ ഒരു കാര്യത്തിലേക്ക് അവരും നീങ്ങുന്നു. ഏതായാലും വളരെ ശക്തമായ രീതിയിലുള്ള ഒരു ഡയലോഗാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നായാലും, ഒപ്പം തന്നെ ഈ ഉം. ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ പല സ്റ്റേറ്റിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാല് കട്ട റൈറ്റ് ആയിട്ട് മുൻപോട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ്. അതായത് ഇനിയൊരു വിട്ടുവീഴ്ച, കോംപ്രമൈസോ ഒന്നിനോടും വേണ്ട എന്നൊരു നിലയിലേക്ക്. നല്ലൊരു കാര്യം കൂടിയാണത്. 2014 മുമ്പുള്ള മോദി വീണ്ടും തിരിച്ചു വരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇത് മൂന്നാം ഊഴമാണ്. മൂന്നാം ഊഴത്തിന് ശേഷം അദ്ദേഹം വീണ്ടും അധികാരത്തിൽ തുടരുമോ എന്നുള്ള കാര്യം വ്യക്തതയില്ല. സാധ്യതകൾ വളരെ കുറവാണ്. ഉം. അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഒരു ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്നൊരു സിംഹാസനത്തിലേക്ക് കയറി ഇരിക്കാനുള്ള ഒരു നീക്കം തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നരേന്ദ്രമോദി ഉയർന്നു വന്നത് തന്നെ ഹിന്ദുക്കളുടെ രക്ഷകൻ എന്ന ഒരു വലിയ ബ്രാൻഡോട് കൂടിയാണ് വന്നത്. വീണ്ടും അദ്ദേഹം ആ ആംഗിളിലാണ് വന്നത്. ബ്രാൻഡിലേക്ക് തന്നെ മടങ്ങുന്നു എന്നാണ് നമുക്ക് ഇന്ന് ഈ വീണ്ടും ആ ബ്രാൻഡിലേക്ക് അദ്ദേഹം മടങ്ങുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം കൃത്യമായിട്ട് തന്നെ മതവും ജാതിയും എല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഞാൻ ഇത് ഉം. ഉം. നടപ്പാക്കി ഉം. ഇതിനു ഉം. വേണ്ടി തന്നെ ആയിരുന്നു, ഒരു മതത്തിനെ പ്രീണിപ്പിച്ചുകൊണ്ടാണ് ഈ കൊള്ളയുടെ നടന്നത്, അതിനെ അനുവദിക്കാൻ കഴിയില്ല എന്ന് ഉം. അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയുടെ നേതാക്കൾ കഴിഞ്ഞ ദിവസം നമ്മുടെ യോഗി ആദിത്യനാഥ്, അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ് യുപിയിലെ, അദ്ദേഹം പറയുന്നത് ഉം. ബംഗാളിൽ വലിച്ചഴച്ചു കൊണ്ടുപോയി തീവച്ച് കൊല്ലുകയായിരുന്നു, ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന തരത്തിൽ, അതായത് ഫുൾ ഒരു ഒരു ആക്ഷൻ മോഡിലേക്ക് ബി.ജെ.പിയുടെ പല നേതാക്കളും ഇറങ്ങുന്നു. അതിന്റെ നേതൃത്വ നിരയിലേക്ക് നരേന്ദ്രമോദി കൂടെ എത്തുന്നു. കാരണം ഇനി ഇത് സഹിക്കാൻ ഉം. കഴിയില്ല, അതിനപ്പുറത്തേക്കാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ വഖഫിന്റെ പ്രതിഷേധം ബംഗാളിന് പിന്നാലെ ത്രിപുരയിൽ നടന്നു, അതിനുശേഷം ആസാമിൽ നടന്നു. പക്ഷെ ആസാമിലെയും ത്രിപുരയിലെയും സംഭവ വികാസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടിടത്തും അത് അടിച്ചൊതുക്കപ്പെട്ടു. കാരണം ആസാമിൽ ഇന്നലെ വലിയ പ്രകടനമായിട്ട് അവിടുത്തെ ബസ്സുകൾ കത്തിക്കുകയോ മറ്റൊക്കെ ചെയ്തതിന് ശക്തമായി തന്നെയാണ് ഹിമന്ത് ബിശ്വ സർക്കാർ ചെയ്തിരുന്നത്. ത്രിപുരയിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു മോഡിലേക്ക്, കാരണം അടിക്കടി എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പഴയ ബി.ജെ.പിയുടെ ആ ഒരു ഊർജം, അല്ലെങ്കിൽ പഴയ സംഘപരിവാറിന്റെ ആ ഒരു ഊർജ്ജത്തിലേക്ക് അവർ ഇറങ്ങുകയാണ്. കാരണം അവർക്ക് തന്നെ മനസ്സിലായി, കാരണം ഇനി ഇതേ രീതിയിൽ മുമ്പോട്ട് പോയത് കൊണ്ട് അധികം നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം അവരെന്ത് ആശയത്തിനാണോ ഇവിടെ വന്നത്, കാരണം അവര് ഈ ഇത് കണക്കുള്ള തെമ്മാടിത്തത്തിനും ഗുണ്ടായുസത്തിനും മാഫിയ സംഘത്തിനും എതിരെ പോരാടി വന്നവരാണ്. അപ്പൊ വീണ്ടും ഉം. അതേ രീതിയിൽ അരാജകത്വവും ജനങ്ങൾക്ക് സുരക്ഷിതയില്ലായ്മയും വന്നു കഴിഞ്ഞാൽ അതിനെതിരെ അവർക്ക് പ്രതികരിക്കേണ്ടതായി വരും. ഒരുപക്ഷെ ഈ ബംഗാൾ എന്ന് പറയുന്നത് മറ്റൊരു ഗുജറാത്ത് ആയി മാറാനുള്ള സാധ്യതകളുണ്ട്. ഗുജറാത്ത് ആയി മാറുക എന്നത് വികസനത്തിന്റെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത്. ഗോദ്ര സംഭവം പോലുള്ളത് ആവർത്തിക്കപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ ട്രെയിൻ തടയുകയും അത് കത്തിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. ഈസ്റ്റേൺ റെയിൽവേയുടെ ബുദ്ധിപൂർവ്വമുള്ള ഇടപെടൽ മൂലം അത് കഴിയാതെ പോയത്. അങ്ങനെ സംഭവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രത്യാഘാതം എത്ര ഗുരുതരമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അതെ. അതായത് ഇതിനൊരു തിരിച്ചടി ഗുജറാത്തിൽ സംഭവിച്ചത് അങ്ങനെയാണ്. കാലാകാലങ്ങളിൽ കിട്ടിയ അടികളെല്ലാം കൂടെ ചേർത്ത് വെച്ച് അവരൊരു ദിവസം തിരിച്ചടിച്ചു. അതാണ് അവിടെ സംഭവിച്ചത്. അതേപോലൊരു ഉം. സംഭവത്തിന് ഒരുപക്ഷെ ബംഗാൾ സാക്ഷ്യം വഹിച്ചേക്കാം. നിലവിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം അവർ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ എതിർപ്പ് നേരിടുന്നു. അതിനിടയിൽ അവരുടെ കാൽച്ചൂട്ടിലെ മണ്ണുകൾ ഒന്നൊന്നായി ഇളകിപ്പോകുന്നു. മുൻപ് അവിടെ ഇങ്ങനെ ആയിരുന്നില്ല. ഹിന്ദു സംഘടനാ നേതാക്കളും പ്രവർത്തകരും ഒന്നും അവര് അടി കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് തടയാനോ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളോ ആൾബലമോ അവർക്ക് ബംഗാളിൽ ഇല്ല എങ്കിൽ ഇന്ന് അവർ വർദ്ധിത വീര്യത്തോടു കൂടി അതിനെ തടയിടാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല, തിരിച്ചടിക്കും എന്നവർ പരസ്യമായിട്ട് പറയുന്ന നിലയിലേക്ക് മാറുന്നു. ഏതായാലും ബി.ജെ.പിയുടെ ഉം. നേതാക്കൾ അങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അവരുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഒത്താശ ഇല്ലെങ്കിൽ പിന്തുണയില്ലാതെ അവർക്കത് പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെയല്ല നമ്മൾ കരുതണ്ട. കാരണം ബി.ജെ.പി ഒരു കേഡർ പാർട്ടിയിൽ ഒരു നേതാവ് എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തണമെങ്കിൽ സ്വാഭാവികമായി അതിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ അനുമതി ആവശ്യമാണ്. കേരളത്തിലാണെങ്കിലും അങ്ങനെയാണ്, എവിടെയാണെങ്കിലും അതിന്റെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉം. പ്രസ്താവന നടക്കും. അതിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നരേന്ദ്രമോദി 2014 ആ മോഡിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നു. അദ്ദേഹം ഒരു എന്താ പറയുന്നത്, ഒരു സ്ട്രോങ് മനുഷ്യൻ. അത് ഇത്ര നാള് പുള്ളി സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ട് പറഞ്ഞു നടന്നെങ്കിൽ അതല്ല, ഞാനൊരു ശക്തനായ മനുഷ്യനാണ്, ഈ രാജ്യത്തെ ഇതിനൊക്കെയുള്ള തെമ്മാടിത്തരം വെച്ച് പൊറുപ്പിക്കില്ല എന്നൊരു രീതിയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ഈ ഇടയ്ക്ക് ഒരു പ്രചാരണം ഉണ്ടായിരുന്നു, പുള്ളി നോബൽ പ്രൈസിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പ്രയത്നിക്കുന്നതെന്ന്. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു വലിയ മുട്ടം കോമഡി നടന്നത് എന്താ അറിയോ? പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിൽ കിടക്കുക, ഇങ്ങേർക്ക് നോബൽ പ്രൈസിന്റെ നാമനിർദ്ദേശം വന്നു. എന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് വന്നില്ല. അല്ലെ, നോബൽ പ്രൈസ് ഒന്നും കിട്ടത്തില്ല പുള്ളിക്ക് മനസ്സിലായി കാണുമായിരിക്കും, അറിയില്ല. എന്നാലും നോബൽ പ്രൈസ് അത് ശരിയാണ്, അദ്ദേഹത്തിന്റെ വിമർശകർ പറയുന്നതാണ് നോബൽ പ്രൈസിന് വേണ്ടി ശ്രമിക്കുകയാണെന്ന്. ഹിന്ദുത്വ തീവ്ര ഹിന്ദു സംഘടനാ പ്രവർത്തകരാണ് അങ്ങനെ പറയുന്നത്. ഏതായാലും നരേന്ദ്രമോദി പഴയ ആ ഒരു ഊർജ്ജം, കാരണം ഇടയ്ക്ക് പുള്ളി ഒന്ന് ഡൗൺ ആയെന്നൊക്കെ പറഞ്ഞായിരുന്നു മാധ്യമങ്ങൾ എഴുതിയെങ്കിൽ ഇപ്പൊ പുള്ളി ഡൗൺ അല്ല, കുറച്ചുകൂടെ വർദ്ധിത വീര്യത്തോടെ ഫുൾ ചാർജിൽ പുള്ളി ഇറങ്ങിയിട്ടുണ്ട് കളത്തിൽ. അവരുടെ സംഘടനയും ഇറങ്ങിയിട്ടുണ്ട്. കാരണം അതിനും മാത്രം പ്രശ്നമുണ്ട്. കാരണം സ്വന്തം അണികളെയും വലിയ സ്വന്തം ജനങ്ങളെയും ഒക്കെ ഒരുപാട് യാതനകൾ പലയിടത്തും അനുഭവിക്കുന്നുണ്ട്, ഈ ബംഗാൾ അടക്കം ഉള്ളിടത്ത്. പ്രത്യേകിച്ച് ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഈ വരാൻ പോകുന്ന കുറെ ബില്ലുകളുണ്ട്, പ്രത്യേകിച്ച് ഏകീകൃത സിവിൽ കോഡ് കണക്കുള്ള ബില്ലുകളുണ്ട്. അതൊക്കെ ഇനിയിപ്പോ കർശനമായിട്ട് തന്നെ നടപ്പാക്കും. അതേ ഒരു ആക്ഷനിലാണ് പുള്ളി ഇറങ്ങുന്നത്. പഴയ കണക്കുള്ള ഒരു കളിയും ചിരിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോ.
അതുപോലെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് എന്നുള്ള കുപ്പായോ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം കർശനമായ നടപടികളിലേക്കാണ് പോകുന്നത്. ദില്ലിയിലടക്കം ഈ ഇപ്പോഴെന്താ അനക്കം ഉണ്ടാകാത്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വഖഫിന്റെ പ്രതിഷേധം ദില്ലിയിൽ പലയിടത്തും അരങ്ങേറുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഹനുമാൻ ജയന്തിയിൽ ഘോഷയാത്രയൊക്കെ അവിടെ നിർത്തിവെക്കണം എന്ന് പറഞ്ഞ് ഉത്തരവിട്ടത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെ അവിടെ ക്രിസ്ത്യൻസ് വിശ്വാസികളുടെ ഈ കുരുത്തോല പ്രദർശനം നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. പക്ഷെ കഥയറിയാതെ ആട്ടം കണ്ടതാണോ അതോ കഥയറിഞ്ഞ് നമ്മളെ പൊട്ടനാക്കുന്നതാണോ ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്യുന്നതെന്ന് അറിയില്ല. ഏതായാലും അതിനോട് ഒപ്പം തന്നെ ചില പിന്നെ വൈദികരും രംഗത്തെത്തുന്ന ഒരു കാഴ്ചയുണ്ട്. സത്യം പറഞ്ഞാൽ എന്താണ് അവിടുത്തെ വിഷയം എന്നുള്ളത് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. അതിന്റെ വേണമെങ്കിൽ നമ്മളതിലുണ്ട് അതിന്റെ കോപ്പി. എന്തുകൊണ്ടാണ് അവിടെ ഈ പ്രൊസഷൻ നിർത്തിവെച്ചത് എന്നുള്ളതിന്റെ കോപ്പി ചില മാധ്യമങ്ങളൊക്കെ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. കാരണം അത് സുരക്ഷയുടെ ഭാഗമാണ് എന്നുള്ളത്. അപ്പം അതിനെ ഇവിടെ വളച്ചൊടിച്ച് മുമ്പോട്ട് പോകുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കർശന നടപടികളിലേക്ക് കടക്കാൻ തുടങ്ങിയിട്ടുണ്ട് നരേന്ദ്രമോദി. അത് നമ്മളെ ഏവരും പ്രതീക്ഷിച്ചിരുന്നതാണ്, മുമ്പ് ചർച്ച ചെയ്തതാണ്. മൂന്നാം വട്ടം മോദി വരുമ്പോൾ ഈ വിഘടനവാദികൾ അതുപോലെ തന്നെ തീവ്ര മതമൗലികവാദികൾ ഇവരെയൊക്കെ അടിച്ചൊതുക്കുക തന്നെ ചെയ്യുമെന്ന്. എന്തായാലും ആ അടിച്ചൊതുക്കലിന് ഇരയാകേണ്ടി വരുന്ന കേരളത്തിലടക്കം പ്രവർത്തിക്കുന്ന ചില സംഘടനകളായിരിക്കുമെന്നൊരു സൂചനയും പുറത്തു വരുന്നുണ്ട്. അവരിപ്പോ അതിന്റെ നെളിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഈ അണയാൻ പോകുന്നതിന്റെ ഒരു ആളിക്കത്തിൽ പോലെ ആ സംഘടന ഇപ്പൊ നെളിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അത് അധികം വൈകത്തൊന്നുമില്ല. അതും ഏതാണ്ടൊക്കെ നിരോധനത്തിന്റെ വക്കിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്ക് യു ബിജേട്ടാ.